നമസ്കാരം. അപ്പോ രാവണ യുദ്ധം തുടങ്ങാം. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. പൊതുവെ BJP-ക്കാര് വർഗീയവാദികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഉറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അപ്പോ രാവണ യുദ്ധം തുടങ്ങാം. എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പൊ അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ സ്ത്രീന് റെഡിയായി വന്ന് ഇരുന്ന് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള പകുതി സമയമുള്ള പുള്ളിക്കാരിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? അപ്പൊ എന്താണ് ഇന്റൻഷൻ ഇവരടാ? ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ അറിയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ വരണമെങ്കിൽ വേദലക്ഷ്മി, നീയും അബിൽദേവനെയും ഇവനെയൊക്കെ ആ ട്രേക്കോ മണ്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് എവിടെ വാ, പോലീസ് സ്റ്റേഷനിൽ വാ, ഞാൻ അവിടെ വെച്ച് കാണാം. തേങ്ങയുടെ മൂട്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എന്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽദേവ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ, ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ, നല്ല ചിമിട്ടം പണി. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27-ാം തീയതിയാണ്. അപ്പം എനിക്കൊരു 90,000 രൂപ വേണം. എന്താ ഉറക്കം വരുന്നു? 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നീയും അബിൽദേവനെയും ഇവനെയൊക്കെ ആ ട്രേക്കോ മണ്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് എവിടെ വാ, പോലീസ് സ്റ്റേഷനിൽ വാ, ഞാൻ അവിടെ വെച്ച് കാണാം. തേങ്ങയുടെ മൂട്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? അപ്പം ദൈവത്തോർത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ കാലം ഒരു മുറിയിൽ കഴിഞ്ഞവരല്ലേ. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്, ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. എന്താ പറയാ, റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്ര ഇല്ല. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അബിൽദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയും. ഇപ്പൊ കൊടുക്കണം. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിന്റെ ഒരു ശരി. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും. അല്ല, കടം വാങ്ങിക്കുന്നത് തിരിച്ചു തരാനാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബാങ്കിൽ പോയി പൈസ എടുക്കൂലേ? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താ കടം മേടിച്ചാ കൊടുക്കൂല? രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്.